ഹായ്, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മൈക്രോ ബ്ലേഡിംഗ് ഓർ മൈക്രോ പിഗ്മെന്റേഷന്റെ കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് എൻക്വയറി വരുമ്പോൾ ചില ക്ലയൻസ് ചോദിക്കുന്ന കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആണ് കേട്ടോ. മൈക്രോ ബ്ലേഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഐബ്രോസ് ഷേപ്പ് ചെയ്യണ്ടേ ഒരിക്കലും എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല, നമുക്ക് എല്ലാ മാസവും ചെയ്യണവരാണെങ്കിൽ അത് അവരുടെ ഹെയർ ഗ്രോത്ത് അനുസരിച്ചിട്ട് ഐബ്രോസ് ഷേപ്പ് ചെയ്യണം. കാരണം നമ്മൾ ഹെയർ റിഡക്ഷൻ അല്ല ചെയ്യണത്. അതേപോലെ പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, മൈക്രോ ബ്ലേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോസിൽ ഹെയർ ഗ്രോത്ത് കുറയോ, ഐബ്രോസിലെ ഹെയർ ഫോൾ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരിക്കലും ഹെയർ ഫോൾ ഉണ്ടാവില്ല, അത് അതേപോലെ തന്നെ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ കുറച്ച് ഏജ് ആയിട്ടുള്ളവർ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, അവർക്ക് ഐബ്രോസിൽ ഗ്രേ ഹെയർ ഉണ്ട്, അപ്പോൾ അത് ക്യൂർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അത് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് മൈക്രോ ബ്ലേഡിംഗ് ഓർ മൈക്രോ പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ് അല്ല, അതൊരു സെമി പെർമനന്റ് മേക്കപ്പ് ആണ്. അപ്പോൾ നമുക്ക് ഗ്രോത്ത് കുറയ്ക്കാനോ ഗ്രോത്ത് കൂട്ടാനോ നമുക്ക് ഈ മൈക്രോ ബ്ലേഡിംഗ് ഓർ മൈക്രോ പിഗ്മെന്റേഷൻ കൊണ്ട് സാധിക്കില്ല. ഇതുകൊണ്ട് നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ, നമ്മുടെ ഐബ്രോസിന് തിക്നെസ് കുറവുണ്ടെങ്കിൽ, പിന്നെ ഗ്രോത്ത് ഹെയറിൻ്റെ കളറ്, ഈ ഐബ്രോസിൻ്റെ ഹെയറിൻ്റെ കളർ കുറവുണ്ടെങ്കിൽ അതൊന്ന് എൻഹാൻസ് ചെയ്യുക. പിന്നെ ഗ്രോത്ത് ചില സ്ഥലത്ത് പാച്ചസ് ആയിട്ട് ഗ്രോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ലെങ്ത് കൂട്ടണമെങ്കിൽ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക, കുറച്ചൊരു തിക്നെസ് കൂട്ടുക. പിന്നെ ചിലപ്പോൾ അങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയ മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതൊക്കെയാണ് നമ്മൾ മൈക്രോ ബ്ലേഡിങ്ങിലും മൈക്രോ പിഗ്മെന്റേഷനിലും ചെയ്യണത്. പിന്നെ എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഡെയിലി ഓഫീസിലും സ്കൂളിലൊക്കെ പോണവരാണെങ്കിൽ ഐബ്രോസിന് തിക്നെസ്സും കളറും കുറവാണെങ്കിൽ എന്നും അതൊന്ന് ഷെയ്ഡ് ചെയ്തിട്ടായിരിക്കും അവർ പോകണുണ്ടാവുക. അത് രാവിലെ അതൊരു ടൈം കൺസ്യൂമിങ് ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഒരിക്കൽ നമ്മൾ മൈക്രോ ബ്ലേഡിംഗ് ഓർ മൈക്രോ പിഗ്മെന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷം വരെ പിന്നെ നമുക്കത് അങ്ങനെ പെൻസിലോ പൗഡറോ വെച്ച് ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. മാത്രമല്ല, നമുക്ക് ഐബ്രോസ് ഇത്തിരി കൂടി എൻഹാൻസ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മൈക്രോ ബ്ലേഡിങ്ങിൻ്റെയും മൈക്രോ പിഗ്മെന്റേഷൻ്റെയും കുറച്ചും കൂടി ഒന്ന് എന്താണ് എന്നുള്ളത് ഒന്ന് ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കണം. താങ്ക്